പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം നടക്കുകയാണ്. അവിടെ സഭ നിർത്തിവെച്ചൊക്കെ SIR ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് വേണ്ട ബഹളമാണ്. നമ്മളെ കേരള കുട്ടപ്പനാണ്, SC വേണുഗോപാൽ അണ്ണനാണ് നോട്ടീസ് കൊടുത്തു. SIR എന്നാൽ ചർച്ച അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ പറഞ്ഞു. ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെച്ചു. ബീഹാർ തെരഞ്ഞെടുപ്പിലെ തോൽവിയാണ് അംഗീകരിക്കാൻ ഇപ്പോഴും പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിച്ചു കയറി. ശൈത്യകാല സമ്മേളനത്തിന് മുന്നോടി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യാറുണ്ട് പ്രധാനമന്ത്രി. ബീഹാറിലെ NDA ജയവും അതുപോലെ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ വലിയ പങ്കാളിത്തവും പ്രതീക്ഷ നൽകിയതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരാജയത്തിന് നിരാശയിൽ നിന്ന് പ്രതിപക്ഷം പുറത്തു വരണം. പ്രതിപക്ഷം അവരുടെ ചുമതല നിർവഹിക്കണം, പ്രധാന പ്രശ്നങ്ങൾ ഉന്നയിക്കണം. നിർഭാഗ്യവശാൽ ചില പാർട്ടികൾക്ക് പരാജയം അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെ പ്രവർത്തിക്കണമെന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് ചില പൊടിക്കൈകൾ ഞാൻ നൽകാൻ തയ്യാറാണെന്ന് മോഡി. അപ്പോൾ മോഡിയുടെ പൊടിക്കൈ വാങ്ങിച്ചോണം. ശൈത്യകാല സമ്മേളനത്തിൽ ശ്രമങ്ങൾ നടത്തില്ലെന്ന് അവർ ഉറപ്പ് നൽകണമെന്ന് മോഡി പറഞ്ഞു. അപ്പോൾ ശൈത്യകാലത്തിൻ്റെ സമ്മേളനം തടസ്സപ്പെടുത്താതിരുന്നാൽ ജയിക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം എന്നാണ് മോഡി പറയുന്നത്. പുതിയ അംഗങ്ങൾ പാർലമെൻറ്റ് കൂടുതൽ അവസരം ലഭിക്കണം. അതിലൂടെ രാജ്യത്തിന് പ്രയോജനം ലഭിക്കേണ്ടത്. നാടകവും കളിക്കുന്നതിന് വേറെ സ്ഥലങ്ങൾ ലഭിക്കും. പാർലമെൻറ്റിൽ നാടകമല്ല പ്രവർത്തനമാണ് വേണ്ടത്. രാഷ്ട്ര നിർമ്മാണത്തിൽ എല്ലാവരും പങ്കെടുക്കണം, അതാണ് പ്രധാനം. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന സമ്മേളനത്തിൽ ആണവോർജ്ജ ബില്ലിൽ ഉൾപ്പെടെ 14 ബില്ലുകളാണ് വരുന്നത്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ബില്ലുകൾ വരുമ്പോൾ അവിടെ ചക്കളത്തിൽ പോരാട്ടമാണ് നടക്കേണ്ടത്. ഓരോ ബില്ലിനെയും ഇഴകീറി പരിശോധിച്ച് ആ ബില്ലിൽ കൊണ്ടുവരേണ്ട അമെൻമെൻറ്റ്, തള്ളേണ്ടത്, കൊള്ളേണ്ടത്, പാർലമെൻ്ററി അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് പോകേണ്ടത്, മറ്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് പോകേണ്ടത്, അങ്ങനെ ഓരോ സ്ഥലത്തും പോകേണ്ട ബില്ലുകളെക്കുറിച്ചുള്ള സമഗ്രമായ സമരം നടത്തുന്നതിന് പകരം എന്തെങ്കിലും ന്യായം ചക്കാപുക്ക പറയരുത് എന്നാണ് മോഡി പറഞ്ഞത്. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട സുരക്ഷാ വീഴ്ചകളും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടാനുള്ള സാധ്യതയുണ്ട്. ചട്ടമനുസരിച്ച് സമ്മേളനം മുമ്പോട്ട് പോകുമെന്നാണ് പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു പറയുന്നത്. 15 ദിവസത്തെ സമ്മേളനം വെട്ടിക്കുറച്ചതോടെ സർക്കാർ ജനാധിപത്യത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് DMKയും കോൺഗ്രസും ആരോപിച്ചിട്ടുമുണ്ട്. പക്ഷേ ആ 15 ദിവസമെങ്കിൽ 15 ദിവസം ഒരു ചർച്ച നടത്തുന്നതിന് ദിവസം, 15 ദിവസം കുറച്ചെങ്കിൽ ബാക്കിയുള്ള ദിവസം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് 10-14 ബില്ലുകൾ വരുമ്പോൾ ബില്ലുകളെക്കുറിച്ചുള്ള കൂലങ്കഷമായ ചർച്ച ചെയ്യുന്നതിനും നല്ല പുതിയ നിർദ്ദേശം കൊടുക്കുന്നതിനും പാർലമെൻറ്റിന് ഉപയോഗിക്കണം. അല്ലാതെ നാലാംകിട രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ച് ഇറങ്ങിപ്പോക്കും ബഹളവും നടുത്തളത്തിലിറക്കവും ഒക്കെ നടത്തുമ്പോൾ നേരത്തെ ഒരു സേയിങ് ഡൽഹിയിലൊക്കെ ഉണ്ട്. അതായത് ഈ പാർലമെൻറ്റ് MPമാരുടെ പ്രധാന ജോലി പാർലമെൻറ്റ് തടസ്സപ്പെടുത്തലാണ്. അതിനു വേണ്ടി പലരും അവർക്ക് ഫണ്ട് ചെയ്യുന്നു എന്ന് വരെ പറയുന്നുണ്ട്. അങ്ങനെ ഫണ്ട് കിട്ടുന്ന ഇതെൻ്റെ ആരോപണമല്ല, ഞാനങ്ങനെ ആരോപണം മുന്നോട്ട് വയ്ക്കുന്നുമില്ല. പക്ഷേ ചില പത്രവാർത്തകളൊക്കെ പണ്ട് വന്നതാണ്. പാർലമെൻറ്റിനെ തകർക്കാൻ, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ചർച്ചകൾ ഉണ്ടാകാതിരിക്കാൻ ഫണ്ടിങ് ഏജൻസികൾ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. MPമാരെ വിലക്കെടുക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ MPമാർക്ക് ചില അത്യാവശ്യം ഇൻസെൻറ്റീവൊക്കെ കൊടുത്ത് MPമാർ പാർലമെൻറ്റ് ചർച്ചയിൽ പാർലമെൻറ്റ് കലക്കാനുള്ള പരിപാടികളും ഇന്ത്യയിൽ നടക്കുന്നു എന്ന് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. എന്തായാലും അതൊന്നും ഇല്ലാതിരിക്കട്ടെ. 14ഓളം ബില്ലുകൾ പാർലമെൻറ്റിൽ വരുന്നുണ്ട്. ആ ബില്ലുകൾ സത്യസന്ധമായി ചർച്ച ചെയ്ത് നമുക്ക് പുതിയൊരു ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കാം. ബാക്കി തീർച്ചയായിട്ടും ഫീൽഡിൽ നമുക്ക് തീർച്ചയായിട്ടും വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. അവിടെ ശക്തമായ പ്രതിപക്ഷം ഇന്ത്യയിൽ ഉണ്ടാവുകയും വേണം.